പുറത്ത് വന്നിട്ട് ആ ചാത്താൻ വന്നിട്ട് ജാതി മാന്തൽ നാടൻ ചിക്കൻ കറി നാളികേര കൊത്തിട്ട് വരട്ടിയത്. അയ്യ ഇതുകൊണ്ടാണോ വീശുന്നത്? മധുരക്കിനാവിന്റെ തേരിൽ മോഹം മോഹം ഡോങ്കോ ഡോങ്കോ മണ്ടി പെണ്ണി മയിലേ എന്നോടൊന്ന് സ്പീക്ക് കൂടെ കുയിലേ. പെണ്ണുങ്ങളെ പാട്ട് പാടി സന്തോഷിപ്പിക്കുന്നതിനേക്കാളും വളരെ വളരെ എളുപ്പമാണ് കൈക്കൂട്ട് കളിക്കുന്നത്. എന്തുട്ടലക്കാലൊക്കെ ഞാൻ മൂക്കുത്തി അവിടെ വീണേനെ. അതാണ് നാടകം. ആകെ തളിർക്കുമീരോമാഞ്ചം. നമ്മുടെ വീട്ടില് ഒരു അത്യാവശ്യം സംഭവിച്ചു. കോഴിക്കൂട്ടില് നമ്മുടെ വലിയൊരു കോഴിച്ചാത്തൻ ഉണ്ടായിരുന്നല്ലോ, സുജിതിക്ക് ഒരു കോഴിച്ചാത്തൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം കൂടിയിട്ടായിരുന്നല്ലോ. അത് മറ്റേ കോഴിച്ചാത്തൻ ചത്തു. എന്തൊരു ഭയങ്കര കഷ്ടായി. അത് എന്നിട്ടുണ്ടായി എഞ്ചിനില്ലേ നമ്മുടെ ഈ കോഴികൾ മുട്ടയിടുന്നത് കണ്ടാ. ഇത് ഇവിടെ വന്ന് മുട്ടയിടും കേട്ടാ. ഇതിൽ കണ്ട് മുട്ടയിടുന്നുണ്ട് ഇവര് മുട്ടയിടും. ഇതിൽ വന്ന് നമ്മളിത് ഈ സാധനമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇവര് സൂത്രത്തില് ഇതൊക്കെ പൊട്ടിച്ചിരുന്നു. ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാനിങ്ങനെയാണ് വന്നിട്ട് കോഴിച്ചാത്തൻ ചാവണതിന് മുമ്പുള്ള കാര്യം പറയുന്നത് കേട്ടാ. ഞാൻ വന്നിട്ട് ഇങ്ങനെ സമാധാനപരമായിട്ട് ഞാൻ ഈ കോഴി മുട്ട ഇതിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എടുക്കുമ്പോഴുണ്ട് എൻ്റെ പുറത്ത് വന്നിട്ട് ആ ചാത്താൻ വന്നിട്ട് ജാതി മാന്തൽ പുറത്ത് കയറിയിട്ട് മാന്തൽ. എൻ്റെ പുറം ഒരു 2-3 ദിവസം മുമ്പ് ഈ നമ്മുടെ ഈ താർട്ട റോഡുമ്പോൾ JCB യോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെ ആയിരുന്നു പുറത്ത് മാറി. പിന്നെ ഈ കാലും ഒരു കലകലിക്കും. ഇതേണ്ടാ കൊത്തിയത് അല്ലേ? അത് കൊത്തിയത് എന്നെ ആകെ കൊത്തി പരുവാക്കി. കുറച്ച് ദിവസമായിണ്ട് ആ ചാത്തന് ഈ ആക്രമണം തുടങ്ങിയിട്ട്. ചേട്ടൻ കേറുമ്പോ കൊത്തുക മാന്തുക. പക്ഷെ ഇത് ഇത്തിരി കാര്യമായി. പുറത്ത് മാറി പുറത്ത് ഇതേണ്ട കണ്ട വര. അല്ല പാടുണ്ട്. അതെ ഇത് മറ്റേ ഈ അക്കരെ സിനിമയിൽ മറ്റേ പുറത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ ജനാർദ്ദനൊരു സിനിമയിൽ പറഞ്ഞില്ലേ കാണുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കില്ല. അതേപോലെ ഇതിപ്പോൾ എനിക്ക് പകരം ജഗ്ഗുവിന് സരിതനാണെങ്കിൽ ഇവരെ പണിക്കൂട്ട് കഴിയും. അവൻ്റെ ഒരു 4-5 കിലോ തൂക്കുള്ള സാധനം. ജഗ്ഗു കോഴിമുട്ട എടുക്കാനായിട്ട് പോണതാ. ജഗ്ഗുവിൻ്റെ പുറത്താ കയറി വെച്ചെങ്കിൽ ചിലപ്പോൾ ജഗ്ഗു കമന്നടിച്ചു വീഴും അവിടെ. അപ്പം എന്തുട്ടാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ മാന്തി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ലേ, അവന് തട്ടി. ആ ചിക്കനാണ് ഇത്. ഇത് പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. പകുതി എടുത്ത് ഇതിൻ്റെ കളറുണ്ടോ, റെഡ് കളറുണ്ടോ, നമ്മൾ ബ്രോയിലറിൻ്റെ പോലത്തെ ഇല്ല. അപ്പോൾ പകുതി ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ കൊണ്ടിട്ട് നമ്മുടെ പറമ്പിലേക്ക് പോവാണ്. ഈ കടുത്ത ചൂടിൽ എൻ്റെ പണികൾ ഇവിടുത്തെ നാമാവശേഷമായി അതൊക്കെ കണ്ടാ. വെണ്ട കഴിഞ്ഞു, പൂർത്തീകരിച്ചു. ഇവൻ്റെ വിളവെടുപ്പ് കാലാവധി കഴിഞ്ഞു ഒക്കെ. പിന്നെ ഇവിടെയാണെങ്കിൽ മാവിൻ്റെ ഈ എന്താ പറയുക തേനുകൾ വീണിട്ട് ഇവിടെയൊക്കെ കറുത്തു. അപ്പം ഈ പ്രദേശം എനിക്ക് വൃത്തിയാക്കലാണ്. പക്ഷെ മഴ ആ 2-3 മഴ കിട്ടിയാൽ കുറേ അഴുക്ക് പോയില്ലേ? കുറേ പോയി. ഈ മുളകൊക്കെ കണ്ട. പിന്നെ കണ്ടമാനം വിളകൾ പൊട്ടിക്കാണ്ട് കേട്ടോ. അതിലത്തെയൊക്കെ ഒക്കെ മുരടിച്ചും ചുക്കിരിക്കണ്ട. ഇതിങ്ങനത്തെയാണ് ടൈപ്പ് കണ്ടാ. ഭംഗിയില്ലേ മുളക്. അപ്പോൾ സരിത എനിക്ക് ചോറും കൂട്ടാനും ഇവിടെ വെക്കാൻ തീരുമാനിച്ചു. ചോറ് വെച്ചിട്ടുണ്ട്. കൂട്ടാൻ വെക്കും. നല്ല ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി നാളികേര കൊത്തിട്ട് വരട്ടിയത്, അതാണ് വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിക്കട്ടെ. എൻ്റെ പണിയിലേക്ക് പോട്ടെ. പച്ചമുളക് പിന്നെ വേപ്പിൻ്റെ ഇല വേണം. ഉള്ളി വേണം ചേട്ടാ. ഉള്ളിയാ ഞാൻ പറിച്ചോളാം. ഇത് കളയണില്ലല്ലോ. പച്ചമുളകുകളൊന്നും കളയില്ലേ. പക്ഷെ ഇതിൻ്റെ ഇടയൊക്കെ ഞാൻ വൃത്തിയാക്കണം. എനിക്ക് ഭംഗിയില്ല ഇപ്പൊ ഒന്നും കണ്ടില്ലേ. ഭംഗിയില്ല. അപ്പം ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. മുഴുവൻമുളക്, മല്ലി, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഉള്ളി വേണം അതിനൊക്കെ. ഉള്ളി വേണം. ചീര കോഴികൾക്ക്. പാത്രം ചൂടായിട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം മുളകിട്ട് കൊടുത്തു. നാളികേരം വറുത്തരക്കണില്ല ചേട്ടാ.
നമ്മുടെ ഇമ്രാൻ പേളി പ്രസവിച്ച് പേളിനെയും കുട്ടികളെയും ഒന്ന് കാണാൻ പോയി. ഇതൊരു സൗഹൃദ സന്ദർശനത്തിന് പോയതാ. പക്ഷേ പേളിക്ക് അറിയില്ലല്ലോ അത്. പേളി അങ്ങോട്ട് ഇമ്രാനെ കടിച്ച് കുടഞ്ഞ് വലിച്ച് ചെറുകേട്ടൻ്റെ അവിടെ വരയ്ക്ക് വലിച്ചു കൊണ്ടുവന്ന് 2 സൈഡും പൊട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞിട്ട് പൊട്ടി കൊടുത്ത് അടിക്കണ മരുന്നില്ലേ, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇന്ന് നോക്കിയപ്പോഴേ അത് പഴുപ്പ് വരുന്നു. അപ്പോൾ ജഗ്ഗു അതിൻ്റെ എടുത്തിട്ട് മാളുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ചെറിയേട്ടൻ്റെ മരുമോളില്ലേ, ഇന്നാൾ കല്യാണം കഴിഞ്ഞില്ലേ സഞ്ജുവിൻ്റെ. അപ്പോൾ മാളു വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ അവളുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്, ചിലപ്പോൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും അത് ഉണങ്ങാനായിട്ടേ. അങ്ങനെ അത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പാൽ കുടിക്കുന്നുണ്ട്, ബിസ്ക്കറ്റ്, ചോറൊക്കെ ഉണ്ടുണ്ട്. പക്ഷെ ആൾക്ക് ഇന്ന് രാവിലെ എന്തുട്ടാന്ന് വെച്ചാൽ അകത്ത് കയറി വരാം. വാതിൽ തുറന്നു കണ്ട് അപ്പം അകത്ത് കയറിയിട്ട് വന്നിട്ട് ഇരുട്ടത്ത് പോയിട്ടേ അതിനൊരു പേടി കിടന്നു. പൂട്ടിയിടാനായിട്ട് ആളെ പറ്റണില്ല, കഴുത്തിൽ തന്നെയല്ല മുറിവ്. അപ്പോൾ പൂട്ടിയിടാൻ പറ്റില്ല. പക്ഷെ എങ്ങോട്ടും പോണില്ല, ആ അറയത്ത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. പിന്നെ നമ്മളെവിടെയാ നമ്മുടെ കാലിൻ്റെ അവിടെ വന്ന് നിൽക്കുക പേടിച്ചിട്ട്. ഇപ്പം തൊട്ട് ചിന്ന് കാലത്തോട്ട് അകത്ത് കയറി വരെ എപ്പോഴും. വാതിൽ തുറന്നു കണ്ട് അപ്പം ആളകത്ത് കയറി റൂമിൽ കട്ടിലിൻ്റെ കിടുക്കിൽ പോയിട്ട് ഇരിക്കുക. അപ്പം ഭയങ്കര പേടി, ഒന്നുകൂടി പേടി കിടന്ന പോലെ. ചിലപ്പോൾ സ്വപ്നം കാണുന്നുണ്ടാവും നിങ്ങൾ കടിക്കണതൊക്കെയും. ചിലപ്പിണ്ടായിരിക്കും, നമുക്കറിയില്ലല്ലോ ഉള്ളിൽ എന്തൊക്കെയാന്ന്. അപ്പോൾ അത് പരിശോധിച്ചപ്പോഴാണ് പഴുപ്പ് വരുന്നു, ശലം വരുന്നു പൊട്ടി കൊടുത്തുന്നു. അങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായി. ചാർലി ചെന്നപ്പോൾ ചാർലീനെ അവൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ മല്ലി, പെരുംജീരകം, എല്ലാ സാധനങ്ങളും ഇട്ടു കേട്ടാ. ഇതിലെ കുറെ പച്ചമുളക് ഉണ്ട് സരിത. ആ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ചുവപ്പ് മുളക്. ആ പഴുത്തത്. ആ പൊട്ടിച്ചോ. പിന്നെ അത് നമുക്കത് ഉണക്കിയിട്ടേ ഉപ്പേരിമുളകിനെ പൊടിക്കെടുക്കാം. ഇങ്ങനത്തെ അതിൻ്റെ കൂടിയിട്ട് പൊടിക്കാം. മുളക് കണ്ടമാനുണ്ട്, അതെന്തായാലും ഇതിൻ്റെ വെടുപ്പാകും പൊടി പൊട്ടിക്കാം. ഇതായി ഞാനിത് എടുക്കാണ് കേട്ടാ. തീക്കെടുത്തി ഇതിനി അരച്ചെടുക്കാൻ പോവാട്ടാ. ഈ വറുത്ത മസാലകളൊക്കെയും അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, 2 കഷ്ണം ഇഞ്ചി ഇട്ടിട്ട്. അതേ കളറിലെ ചുവപ്പ് മുളക് ഞാൻ അവിടെ കുറേ കൂടി പൊട്ടിക്കാണ്ട് ഇത് കഴുകിയിട്ടേ വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. അപ്പം ഇതിനി അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് സബോളയല്ല വേണ്ടത്, ഉള്ളിന് വേണ്ടതേ. അപ്പോൾ ഉള്ളി പിന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള കാരണം നമുക്ക് അത് ഉപയോഗിക്കാം. ആ ഈ ഉള്ളി നല്ല മുഴുത്ത ഉള്ളിയാണ് കേട്ടോ. സബോളയ്ക്ക് പകരം എന്തിട്ട ഉള്ളി നോക്കിയേ, ഇത് നോക്കിയേ എന്ത് വലിയ ഉള്ളിയേ നോക്കിയേ, ഉള്ളി ഉണ്ടോ. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് സരിതിക്ക് കൊടുക്കാം. കാരണം നല്ല മുഴുത്ത ഉള്ളികളാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. കഴുകി കൊടുക്കാം. ഈ ഉള്ളി നല്ല വലിപ്പുണ്ട് സരിത, നല്ല മുഴുത്ത ഉള്ളിയാണ്. ഉള്ളിന്ന് കഴുകി തരാം സരിത. അരച്ചുകൊണ്ടുവന്നു മസാല. ചിക്കൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഈ നമ്മുടെ വീട്ടിലെ കോഴി ആയതുകൊണ്ടേ ഇത് മറ്റോണം വേണം, കുറേ ടൈം എടുക്കും. അപ്പോൾ കുക്കറിലൊരു 4 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ വേഗമായിക്കോളും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം. ഓക്കെ, ഇത് ഇനി പരത്തി ഇങ്ങനെ വെക്കണമൊന്നുമില്ല കേട്ടാ, നേരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു 4 വിസിലടുപ്പിക്കാം. 2 ദിവസമേ മഴ പെയ്തെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ചൂടിനൊരു കുറവില്ല. നമ്മൾ ആ വെയിലത്ത് നിൽക്കുമ്പോൾ പൊള്ളി പോവാ. സവോള ഉപയോഗിക്കില്ല ചേട്ടാ, ചുമന്നുള്ളി മാത്രം. ഇതിൻ്റെ തൊലി ഇങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ തിരുമ്പി കഴുകിയ പോവും. അങ്ങനെയാ തൊലി. മഴ പെയ്തുകൊണ്ടാണോ ഇങ്ങനെ?
അയ്യോ എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല. മരങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാച്ചു പോലെ നിൽക്കുക, ഒന്ന് അനങ്ങി കൂടെ. ഒരു അനക്കല്ല. ആ ഒന്നൊരു കാറ്റ് വീശിയിരുന്നെങ്കിൽ. ഇതേ കുടിലില് ചെയ്യാട്ടെ നല്ലത്. അവിടെ ആകുമ്പോൾ ഫാൻ ഇട്ടിട്ടിരിക്കാം. ഇത് ചേട്ടന് ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞ കാരണം കൊണ്ടാ ഞാൻ മര്യാദയ്ക്ക് അടുക്കളയിൽ കൂട്ടാൻ വയ്ക്കും. അയ്യ ഇതുകൊണ്ടാണോ വീശുന്നത്? അല്ല മുറം കൊണ്ട് വീശി തരണം, മുറം കൊണ്ട്. വീശാനായിട്ടൊന്നുമില്ല. വീശാനായിട്ടൊന്നുമില്ല. ഞാനിക്ക് അവിടെ കളയ്ക്കുമ്പോഴേ അമ്മ പറയുന്ന പോലെ സംഭ്രമം എടുക്കുക എന്ന് പറയില്ലേ, ചൂട് സംഭ്രമം എടുക്കാന്ന് പറയും. ഈ ചൂടിനെ തണുപ്പിക്കാനായിട്ടൊരു പാട്ട് പാട് ചേട്ടാ. അതിന് തണുപ്പിക്കാൻ ഊഞ്ഞാലിൽ നാടാണ്. ചൂടിനെ തണുപ്പിക്കാൻ പാട്ട് പാടാൻ പറ്റില്ല. ഹായ് ചേട്ടാ, ഊഞ്ഞാലാടി ഇപ്പൊ കാറ്റ് വരുന്നു. അതെങ്ങനെയത്? എന്ത് രസാ ഊഞ്ഞാലാടുമ്പോ. കാറ്റുണ്ടിട്ട് എനിക്ക്. നിനക്ക് ആ ഉഷ്ണം ഉണ്ടെങ്കിൽ തേങ്ങ ഇവിടെ വന്നിട്ട് ഊഞ്ഞാലടിക്കോ? അല്ലാന്ന് കാറ്റ് വീശിന്ന് ദേ മരങ്ങളൊക്കെ അനങ്ങണ് കണ്ട കണ്ടാ? എന്തൊരു രസമുള്ള കാറ്റാ. അതെ, ഇലകളൊക്കെ അനങ്ങി അടങ്ങി. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നിട്ട് ഊഞ്ഞാലാടണം എന്ന് അർത്ഥം. അപ്പം മരങ്ങൾക്ക് വരെ എന്താ പറയുക, നമുക്ക് ഇത് സുഖം തരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ ഈ ഊഞ്ഞാല്. വെറുതെ പറഞ്ഞോളോ. മമ്മൂട്ടി പറഞ്ഞ പോലെ മാനദണ്ഡം മായാവിയിൽ പറയില്ലേ, അതുപോലെയാണ്. മഴ പെയ്തപ്പോ മൊത്തത്തിൽ ചെടികൾക്കൊക്കെ ഒരു ഉണർവ് അല്ലേ? ഉണർവ് കിട്ടിയിട്ടുണ്ട്. ചുണ്ടങ്ങേര ഇതെന്തായി? ചുണ്ടങ്ങിക്ക് കുഴപ്പമൊന്നുമില്ല. തൈകൾ ഒരെണ്ണം മുളച്ചിട്ടുണ്ട്. ഒരു മാങ്ങയാണ് തല്ലി പൊടിച്ചത്, നല്ല തേങ്ങ. മാങ്ങയാ? മാങ്ങ വീണെടുത്തുണ്ടാക്കിയിട്ടുണ്ട. വേണ്ട ഇപ്പനെ വീണതാ. മധുരക്കിനാവിൻ്റെ തീരിൽ മണിവില്ലുമായി വന്ന ദേവാ, മധുരക്കിനാവിൻ്റെ തേരിൽ മണിവില്ലുമായി വന്ന ദേവാ. മേഘമുനയാലി എന്നാ എനിക്ക് പാട്ട് അറിയില്ല. അച്ഛൻ കാസറ്റ് വയ്ക്കും, പണ്ട് പാട്ട് വയ്ക്കണതിലുണ്ടായിരുന്നതാ ആ പാട്ട്. ചെനച്ചൂലേ മാങ്ങ? ചെനച്ച മാങ്ങയിൽ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കഴിക്കണം. ഒന്നും വേണ്ട. പുളിയില്ലേ? ഇതിൻ്റെ രസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ പാട്ട് പാട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. മേഘമുനയാൽ നെഞ്ചിലെഴുതും കവിത വായിച്ചു നോക്കി, പ്രേമ കവിത വായിച്ചു നോക്കി. മതിയില്ലേ? ഉള്ളി ഇത്ര മതിയാ? വേണോ? എടുക്കാം. എന്തോരം ഉള്ളി എടുത്താലും ടേസ്റ്റാണ്. ശരിക്കും ചതയ്ക്കണം ചേട്ടാ. ഇപ്പം ചതയ്ക്കാൻ ഞാൻ വീണ്ടും പോകണ്ടേ? മീരവിടേക്ക് അവിടം വരയ്ക്ക് അരിയാം അല്ലേ? അനുരാഗലേഖനമെഴുതും വിരലിൻ്റെ തഴുകൾ ഏൽക്കുന്ന നേരം, അകതാരിൽ ആനന്ദം പകരുമീ രൂപം, കൊതി തീരെ കാണുവാൻ മോഹം. മോഹം മോഹം മാറോട് ചേർക്കുവാൻ മോഹം. അങ്ങനെ പാട്ട്. നിന്നെ മാറോടു ചേർക്കുവാൻ മോഹം, നിന്നെ മാറോടു ചേർക്കുവാൻ മോഹം. ഇതിനങ്ങനെ പാട്ട് പാടുന്നതായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടാ. പണിയെടുക്കുമ്പോൾ സാധാരണ വീഡിയോ എടുക്കാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണോ ഇങ്ങനെ മൂളി ഇങ്ങനെ നടക്കണേ അതുപോലെ മൂളുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. പാട്ടിനെ ഇങ്ങനെ വിലയിരുത്താൻ മാത്രമുള്ള പാട്ടൊന്നുമില്ല കേട്ടത്. അയ്യോ വീണ്ടും ചൂട്. ചേട്ടനൊന്ന് പോയിട്ട് ഊഞ്ഞാലാടിയേ കാറ്റ് കിട്ടാൻ. അതെൻ്റെ കയ്യിൽ എന്തോരം വേണമെങ്കിലുണ്ട്.
കളയ്ക്കാനേ ഉച്ച കഴിഞ്ഞാൽ പറ്റുള്ളൂ. സമയത്ത് പറ്റുന്നില്ലേ? കണ്ട കളയ്ക്കണം, അത് കാരണം കൊണ്ട് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന മനുഷ്യ ഈ സാധനങ്ങളൊക്കെ കെട്ടിച്ചോന്ന്. ഈ ചൂടും കൊണ്ട് ഇവിടെ നിന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്ക്? ഈ അടുക്കളയിൽ മര്യാദയ്ക്ക് ഒന്ന് ചെയ്താൽ പോരെ? 16 ചാല് നടക്കും വേണം ഓരോന്നിന്. ഇതിപ്പോൾ നോക്കിയാൽ പറയണ നോക്കിയാൽ പണിയെടുക്കലാണ്ട് ഊഞ്ഞാലാടണം ഇന്നസെന്റിന്റെ പോലെ. ഒരു വിസിലടിച്ചു, ഒരു 4 വിസിലടിച്ചോട്ടെ. അപ്പോഴത്തേക്ക് ഇതൊക്കെ അരിയാം. ശരിക്കും ഇതൊക്കെ ചതയ്ക്കണം. ഇനിയിപ്പോൾ എനിക്ക് വയ്യ ഇനി അവിടെ വരെ പോവാൻ ചതയ്ക്കാനായിട്ട്. 4 വിസിലടിച്ചു കേട്ടാ. ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇവിടെ എന്തൊക്കെയോ കുറേ മലമറയ്ക്കാനുണ്ട്, പണിയുണ്ട്. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നീ എനിക്ക് കൂട്ടാൻ വെച്ച് തന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ചോറിനണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നോക്ക്, പണിയെടുക്കണ നോക്ക്. ഇവിടെ നല്ല സുഖം. ആ നല്ല സുഖം. ഞാൻ നോക്ക് ഇവിടെ വെയില്. പിണക്കം മാറ്റാൻ ഒരു വഴിയുണ്ട്, കണ്ട ദേഷ്യം മാറ്റാനുള്ളൊരു വഴിയുണ്ട്. ലോട്ടസൊത്ത മിഴിയാൽ ചാട്ടുളി നീയെറിഞ്ഞാൽ ഭോഗം വില്ലത്താനു ഞാൻ ബോറടിയൽ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടി പെണ്ണെ മയിലേ, എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ. ഓടിവാ കരളെ പെണ്ണാളെ, പാടിവാ ലവ് ഗാനം. ഓടിവാ കരളെ പെണ്ണാളെ, പാടിവാ ലവ് ഗാനം. നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ, പുള്ളി മാനേ, കസ്തൂരി മാനേ, മധുര കരിമ്പേ, മലർത്തേനെ മദനക്കുഴമ്പേ. ശരിയാ വാമയില്ലേ? കസ്തൂരി മാനേ മധുര കരിമ്പേ, മലർത്തേനെ മദനക്കുഴമ്പേ. അയ്യോ എൻ്റെ തൊണ്ട പാട്ട് പാടി. അപ്പോൾ കോമഡി ടൈം കഴിഞ്ഞു. ഇനി ഇതിലത്തെ സ്റ്റീം പോയിട്ടാ. നേരത്തെ ഈ സാധനങ്ങളൊക്കെ ചൂടാക്കിയ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു കൂട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിങ്ങനെയുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇല്ലേ നെയ്യുണ്ടേ ഇറച്ചിയില്ല, അതാണ്. ഇതിലേക്ക് ഈ ഉള്ളി അരിഞ്ഞത് മുഴുവനും, ഉള്ളി അരിഞ്ഞത് അധികമായി ചേട്ടാ, ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അയ്യോ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞു കൊടുക്കായിരുന്നു അല്ലേ. അയ്യ കളയ്ക്കാൻ പോയി അപ്പോൾ. അതേ പെണ്ണുങ്ങളെ പാട്ട് പാടി സന്തോഷിപ്പിക്കുന്നേക്കാളും വളരെ വളരെ എളുപ്പമാണ് കൈക്കൂട്ട് കളിക്കുന്നത്. പാട്ട് പാടി ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ തളർന്നു. ഇല്ല പിന്നെ കൊറേ നേരം കിതപ്പ് മാറ്റം അവിടെ ഇരിക്കുന്നു. അപ്പൊ അതിലും വേദം കളിക്കാല്ലേ? ഇല്ലാണ്ട് പിന്നെ അതിലും വേദം കളിക്കല്ലേ? എത്ര സുഖം കളക്കല്. അപ്പൊ ഞാൻ കളയ്ക്കാൻ തീരുമാനിച്ചു. നമ്മുടെ പപ്പയൊക്കെ കണ്ട അതൊക്കെ റെഡ് ലേഡിയൊക്കെ നോക്കിയാൽ വലിപ്പം വെച്ചു കണ്ട. പൊട്ടിക്കാറേ തുടങ്ങി. കുറച്ചാളെ കഴിഞ്ഞ് പൊട്ടിക്കാം. അല്ല 4-5 ഉണ്ടായില്ല. ഉള്ളത് മതി. പിന്നെ കേട് വന്ന് പോയില്ല എന്നൊരു ഭാഗ്യം ഉണ്ടായി. ചേട്ടനോട് ഞാൻ ദേഷ്യപ്പെടുമ്പോഴേ പ്രേക്ഷകർക്ക് വിഷമാവും. അയ്യോ സരിതേ ഞങ്ങളുടെ അജുവിന് ഇങ്ങനെ ചീത്ത പറയല്ലേ. അങ്ങനെ ചീത്ത പറഞ്ഞ കാരണം കൊണ്ട് ചേട്ടൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലേ? ഡാൻസ് കളിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കില്ല, ഈ പാട്ടും പാടിയിട്ട് ഒപ്പം കളിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വായും കിട്ടില്ല കിട്ടില്ലേ, മനസ്സിലായോ? ഉപ്പിടുന്നു. ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു. ഈ ഇതിലേക്കുള്ള ഉപ്പിട്ടു. നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അവിടെ ചെയ്യാൻ പോണെന്നിട്ട് ഇവിടെ വെടുപ്പാക്കണോ? അല്ല നടാൻ വേറെ തൈകളൊന്നും ഇല്ലല്ലോ, വാങ്ങിയിട്ട് വേണ്ടേ? അല്ല വെടുപ്പ് ആദ്യം വെടുപ്പാക്കണ്ടേ? ആ ഈ കാറ്റ് വീശുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ ഇവിടെ വന്നത് നന്നായി തോന്നൂട്ടോ ചേട്ടാ. കാറ്റ് വീശുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴേ ഇങ്ങോട്ട് വന്നത് നന്നായി തോന്നും. നല്ല രസം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കാറ്റ് നിൽക്കുമ്പോൾ അല്ല ആദ്യം നീ എന്നെ കുറേ ചീത്ത പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഒരു നാടകം കളിച്ചിട്ടുണ്ടായിരുന്നു, NN പിള്ള സാറിൻ്റെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞൊരു നാടകേ. അതിൽ എന്തൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പാർക്കിൽ, ഒരു മാന്യനായ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പാർക്കിൽ ഇങ്ങനെ ഒരു പുസ്തകമായിരുന്നു വായിക്കുകയാണ്. ഒരു ഗീതാഞ്ജലി എന്ന് പറഞ്ഞ
രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പുസ്തകമായിരുന്നു. ഇങ്ങനെ വായിക്കാണ്. അതിപ്പോൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അയാൾ ഭയങ്കര ഒരു മാന്യായ ഒരു വ്യക്തിയാണ് കേട്ടോ. ഒരു കാഴ്ചയിൽ മാന്യായ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ വേറൊരാൾ വന്നിട്ട് ഇയാളെ പ്രകോപിപ്പിക്കുകയാണ്. അതായത് അയാൾ പറയുന്നത് ഇതൊരു ഇങ്ങനെ ബെഞ്ചാണ്, ഇങ്ങനെ ബെഞ്ച്. എവിടെ ഈ ബെഞ്ചില്ലല്ലോ സ്ഥലത്തെ ഇത് മതിയാ, അവിടേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ ബെഞ്ച്, അപ്പോൾ ഈ ബെഞ്ചുമ്മ ഇയാൾ ഇങ്ങനെ പുസ്തകം വായിക്കുകയാണ്. വലിയൊരു വണ്ണാടൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അയാൾ അപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇയാളിന്ന് ആപാത ചൂടൊക്കെ നോക്കും. ഇയാൾ മൊത്തത്തിൽ നിന്നിട്ട് ഇയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നോക്കിയിട്ട് എന്നിട്ട് പറയും. ഇപ്പോൾ രാത്രി അതായത് വൈകുന്നേരം ഒരു 6 സമയമാണ്. അപ്പോൾ ഇയാൾ പറയും ഗുഡ് മോർണിംഗ് എന്ന് പറയും. വൈകുന്നേരം 6 സമയത്ത് പാർക്കിൽ വന്നിട്ട് ഇയാൾ വന്ന ആൾ ഇരിക്കുന്ന ആളോട് പറയുന്നത്, സരിതിന്ന് അവിടെ ഇരുന്ന ഒരു സെക്കൻഡ്, ഞാൻ മാന്യായ വ്യക്തി. പുസ്തകം കണ്ണാടയും കൊടുക്കാം, രൂക്ഷമായി നോക്കണം കേട്ടോ. ചെറുത് കണ്ണാട വെച്ച് വായിക്കും പുസ്തകം. അപ്പം ഞാനിങ്ങനെയായിട്ട് വന്നിട്ടേ നടക്കാൻ സ്ഥലമില്ല, അതിന് ഇങ്ങനെ ഇയാളൊക്കെ ആപാത്ത ചൂടൊക്കെ കരിയും. അത് ചൂടമീരാഗപരാഗം ആകെ തളിർക്കുമീരോമാഞ്ചം. തീ കുറക്കി ഓക്കെ ഇരുന്നു. മാന്യനായ വ്യക്തി അവിടെ നിന്ന് പുസ്തകം വായിച്ചിരിക്കുന്നു. അപ്പോൾ ഇയാൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കണ്ട് ഇങ്ങനെയൊക്കെ നടന്ന് ഇയാൾ എന്തൊരു വായിക്കുന്നതൊക്കെ നോക്കി ചേട്ടാ അഭിനയിച്ച് കാണിക്കണ്ടല്ലോ, പിന്നെ എന്തിനാ പറയണേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നീ പറയണം മോർണിംഗ് അല്ല ഈവനിങ് ആണ്. തനിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലും ഞാൻ മൂക്കുത്തി അവിടെ വീണേനെ. അതാണ് നാടകം. നാടകമായിട്ടല്ല തോന്നിയതല്ലോ, അങ്ങനെ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ. അപ്പൊ ഇയാൾ പറയും ഇങ്ങനെ പുറത്ത് തട്ടിയ ഇയാൾ ചോദിക്കും, ഇന്ന് തനിക്ക് എന്ത് വേണം ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ പറയും ഗുഡ് മോർണിംഗ് പറയാം. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ പറയും ഇത് മോർണിംഗ് അല്ല ഈവനിങ് ആണ്. അപ്പോൾ ഇയാൾ വലിയ തത്വശാസ്ത്രം അങ്ങോട്ട് പറയുന്നു, നോക്കൂ ഇതൊരു നേരിയ ചവിട്ടുപടിയാണ്, ഇരുളും വെളിച്ചവും ഇടചേർന്ന് നിൽക്കുന്നൊരു അങ്ങനെ ഇടനാഴിന്ന് പറയുന്നത്. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സമയമാണല്ലോ സന്ധ്യാസമയം. അങ്ങനെ വർത്താനം പറഞ്ഞു ഇയാളെ ഭയങ്കര ഇഷ്ടമായി അയാൾക്ക് തുടക്കം. പിന്നെ അതായത് ആദ്യം എന്നിട്ട് ഈ വന്ന ആഗതം പറയുന്നുണ്ട് സംസാരം കേട്ട് മതിപ്പ് തോന്നി. അങ്ങനെ കയറുന്നു. ആദ്യം നിങ്ങൾക്ക് എന്നോട് നല്ലൊരു വെറുപ്പല്ലായിരുന്നേ, ഇപ്പോൾ അത് എത്ര മാറി, നിങ്ങൾക്കിപ്പോൾ എന്നോട് ഇഷ്ടമായില്ലെന്ന് ചോദിക്കുന്നത്. അതുപോലെ സരിതിക്ക് ആദ്യം ഇവിടെ ഇരുന്നിട്ട് അരോചകമായിരുന്നു. ഞാൻ അതിനെയൊക്കെ ഇതാക്കാനായിട്ട് കുറേ ഡാൻസും താങ്ങി മായൊക്കെ കളിച്ചു. അവസാനം ഇവിടെ വന്നത് സരിതിക്ക് ഇഷ്ടമായി ഇല്ലേ? ഇല്ല, വെയിലടിക്കുമ്പോ എനിക്ക് വരണ്ടായിരുന്നില്ല എന്ന് തോന്നും. വെയില് പോയിട്ട് കാറ്റ് വരുമ്പോ തോന്നും ആ വന്നത് നന്നായി, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാന്ന് തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞ രണ്ടും മാറി മാറി വരും. ഞാനങ്ങനെ അതായത് എപ്പോഴും കാലാനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കും സരിതയുടെ അഭിപ്രായം. എൻ്റെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല വിചാരിച്ചേട്ടാ. ഞാൻ വിചാരിച്ചു അവിടേക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞില്ല, അതിൽ അവസാനം ക്ലോസ് ആക്കണം. ഓക്കെ, ഇതായി ഈ 2 വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് തന്നാൽ ഉപകാരമായിരുന്നു. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഞാൻ അതിൽ നെയ്യുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒഴിക്കാൻ പോവാട്ടാ. ചിക്കൻ്റെ കളറും പിന്നെ മസാല അടി കഷ്ണമൊന്നും ഇടില്ല ചേട്ടാ. വേണമെങ്കിൽ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് വേണം. നാളികേരം ഉടച്ചു തരാം.
കാക്ക മുകളിൽ നിന്നിട്ട് നിലവിളിക്കുന്നുണ്ട്. കദളി വാഴ കയ്യിലിരി. ആഹാ സരിക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കുകയാണെങ്കിൽ കുടിച്ചോ. വായ ചുടിക്കരുതിട്ടാ, എന്തേ ഇങ്ങനെ കരുതി. ആ നല്ല വെള്ളമല്ലേ? ഇനി കൊപ്ര വേണമല്ലോ നിനക്ക്? കൊപ്പറല്ല നാളികേരം. ആ നാളികേരം ശരിക്കും ഇതിലേക്ക് അധികം ആവാത്ത നാളികേരം വേണ്ടേ? അത് നോക്കിയിട്ട് കാര്യമില്ല. വെന്തുണ്ട് കേട്ടാ ചിക്കൻ, ഭയങ്കരമായിട്ട് വെന്തിട്ടില്ലേ പാകത്തിന്. 4 വിസിലടിച്ചിട്ട് പോലും ഇങ്ങനെ ആയിട്ടുള്ളൂ കേട്ടാ. ചാറ് നന്നായിട്ട് പറ്റിക്കണ്ടല്ലോ. ഏയ് ഉപ്പ് നോക്കട്ടെ. ഉപ്പുണ്ട്, എരിവുണ്ട്. കുരുമുളക് പൊടി എടുത്തിട്ട് വന്നിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. അവിടെ ഇരിക്കട്ടെ, ഇത്തിരി തീ കുറച്ചിടാം. അത് സരിതാ, രസിക്കാൻ പറ്റുന്ന സമയങ്ങളൊന്നും വേശാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് അറിയില്ലെങ്കിലും പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ഞാനിതൊക്കെ കളിച്ചത്. ഞാനും ചിരിക്കുക വിളി എന്തോരം ചിരിക്കരുത്. അല്ലാന്നേ നമ്മുടെ എയർ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് മനസ്സിലായ? മനസ്സിലായി. ഞാനിടയ്ക്ക് മമ്മൂട്ടി പിന്നിലവൽ പൂർണ്ണിമയറാമിൻ്റെ പിന്നിയോടെ നടന്നിട്ടുള്ള ഈ പാട്ടില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. ഭയങ്കര സന്തോഷമാണ് ആ പാട്ട് കാണുമ്പോൾ. മനസ്സിനിടെ ആർത്ത് ചിരിക്കും. അല്ല, ഞാൻ ക്യാമറാനെ വിളിച്ചതാ. മതി, നാളികേരം തരാറയ്യാ. നാളികേരടാ. ആ സബോളി സാധനങ്ങളൊക്കെ വഴറ്റി ചിക്കൻ ഇടുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇടാമായിരുന്നു. അല്ല, അതായിരിക്കും ഇട്ടാൽ മതി. ഇത്ര മതി നാളികേരം. ശരിക്കും മറ്റേ മൂക്കാത്ത പോലത്തെ വേണമല്ലേ? ആ മൂക്കാത്ത അങ്ങനെ കിട്ടാൻ ഇല്ല. തെങ്ങിൻ്റെ മുടി ഇല്ല. അല്ല, തെങ്ങിൻ്റെ മുടി ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടാനൊരു വഴിയില്ല. എന്തിട്ട് ഭംഗിയില്ല കൂട്ടാൻ. ഇനി നാളികേരം വേണ്ടല്ലേ? കുത്ത് കുറച്ച് മതിയില്ലേ? മതിയില്ലേ? ചേട്ടൻ നാളികേരം കഴിക്കൂ? കുത്ത് കഴിക്കില്ലല്ലോ. കഴിക്കൂ? അപ്പോൾ കൂടുതലിട്ടെന്നാ പറയുന്നത്? അല്ല, ചേട്ടൻ നാളികേരം കടിക്കണത് വലിയ ഇഷ്ടമില്ലല്ലോ. ആ അത് കുഴപ്പമൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇതിലത്തെ നാളികേരാണ് ഇഷ്ടം. അതെ, ആ അത് ഞാൻ പറക്കി തിന്നു. അപ്പോൾ ഇത്തിരി വേണ്ടി വേണമെങ്കിൽ തരാം. അതിലത്തെ മുഴുവൻ എടുത്തോ, അതങ്ങനെ വെക്കണ്ട ചേട്ടാ. എല്ലാതിട്ടു കുറച്ചുകൂടി നാളികേരം. അത് ഒരു നാളികേരം കഴിഞ്ഞു. ഒരു മുറി. നോയമ്പെടുത്തിരിക്കണവർക്കൊക്കെ കൊതിയാവോ ദൈവം ഇത് കാണുമ്പോൾ? നോയമ്പെടുത്തിരിക്കണവർക്കൊക്കെ കൊതിയാവോ? നാടൻ കോഴി, നാടൻ കോഴി പറയാൻ പറ്റില്ല. നാടൻ കോഴിയുടെ ടേസ്റ്റാണ് ഇതിന്. മുറുക്കുണ്ട് ഇറച്ചിക്ക്. പക്ഷെ കുക്കറിൽ നമ്മളിങ്ങനെ അടിക്കണ കാരണം കുറച്ച് സോഫ്റ്റാവും. ഇങ്ങോട്ട് ചെയ്യണ ചോറ് ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് ഉണ്ണാണോ, ചോറെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ഇരുന്ന് ഉണ്ണാണോ? അവിടെ അറിയത്തിരുന്ന് ഉണ്ണാം. മതിയാ? ഒന്ന് ആദ്യം ഇളക്കി എടുക്കണം. ഉപ്പും മുളകൊക്കെ ചേട്ടൻ നോക്കി വിലയിരുത്താൻ പോവുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് ചോറിനാം. ഉപ്പോ മതി. പിന്നെ ഒന്നും ഇടണ്ടല്ലോ. ഒന്നും ചെയ്യില്ല. അടിപൊളിയുണ്ട്. അപ്പോൾ മതി അല്ലേ? തീ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇതുകൊണ്ട് വീട്ടിലേക്ക് പോവാം. എടുക്കൂ. ഞാനിത്തിരി ചോറിൻ്റെ അവിടെ ഇത്തിരി ഒഴിക്കുന്നു കേട്ടോ. ജഗു ബ്രെഡാണ്. അതെ, ഇത്തിരി കൂടി വയ്ക്കുന്നു. ചാറ് എന്തുട്ടാ ഈ പീസ? അതുകൊണ്ട് ഇരുന്നോട്ടെ, സൈഡിൽ തൊട ചൂടാ. കറയത്താണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാം കൊണ്ട് ഇവിടെ പോന്നു. എന്തേ? അടിപൊളി ടേസ്റ്റ് അല്ലേ? അപ്പം സംഭവിച്ചതെല്ലാം നല്ലതിന് അല്ലേ? കോഴിച്ചാത്തൻ്റെ ഇത് കൊത്തും മാന്തൊക്കെ കിട്ടിയത് അതുകൊണ്ടാണല്ലോ ഈ കൂട്ടാൻ വെച്ചത്. അതിന് ഞാനൊരിക്കലും കൊല്ലണമെന്ന് വിചാരിച്ചല്ല. ആർക്കെങ്കിലും കൊടുക്കാം, വരുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ.
പക്ഷേ എന്നെ ഇങ്ങനെ വീഴ്ത്തിയപ്പോഴേ ഞാൻ വീണു, മുട്ടൂത്തി വീണു. അപ്പോൾ പിന്നെ ഒന്നും പിന്നെ നോക്കിയില്ല. നോക്കിയില്ല, എനിക്ക് പ്രതികാരമായി. നാളെ കുത്ത് എങ്ങനെയുണ്ടെന്ന് പറയുക. കഴിച്ചിട്ടില്ലേ? ചാറെങ്ങനെയുണ്ട്? അപ്പം ഇനി നമ്മുടെ ഇമ്രാനെ നാളെ കാലത്ത് മൃഗാശുപത്രി കൊണ്ടുപോകണം. മാള് നോക്കിയിട്ട് പറഞ്ഞു വേഗം ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. വേഗമല്ല, വെറുതെ ഇനി മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പഴുപ്പ് കയറിയല്ലോ, ചലം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇനി ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഇനി പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അവൾ തന്നെ പറഞ്ഞു ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല. ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ മൃഗാശുപത്രി. ബാടിക്കൊണ്ട് പോകാം. അപ്പോൾ അങ്ങനെ അപ്പം ഞങ്ങൾ നിർത്താട്ടാ. അപ്പോൾ ഇങ്ങനത്തെ കോഴിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വിടണ്ടാട്ടാ. ഇപ്പം അപ്പൂ പന്താടി ഇപ്പം അപ്പൂ പന്താടിയുടെ സമയമാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലായിടത്തും ഉണ്ട്. ആ